ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ തള്ളി. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വിവരങ്ങളുമായി അഭിന പി ചിറക്കലുണ്ട്. അഭിന, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. റിമാൻഡിൽ തന്നെ തുടരേണ്ടി വരും. കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള നീക്കമൊക്കെ പോലീസ് നടത്തുന്നുണ്ടോ? അഭിന പി ചിറക്കൽ അല്പസമയത്തിനുള്ളിൽ തന്നെ വിവരങ്ങളുമായി ചേരും. ചോദ്യപേപ്പർ ചോർച്ചാ കേസിലാണ് ഇപ്പോൾ നിലവിൽ മുഹമ്മദ് ഷുഹൈബ് ജയിലിൽ തുടരുന്ന. മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുകയാണ്. ഇനിയും ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടാകുമോ? ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡി അപേക്ഷയ്ക്കായി ആവശ്യപ്പെടുമോ എന്നുള്ളതെല്ലാമാണ് നമുക്ക് പ്രധാനമായും അറിയാനുള്ളത്. ഈ ഒരു സംഭവത്തിൽ വിവാദം അങ്ങനെ മൂത്ത് നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതേസമയം മറ്റ് സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകൾക്ക് നേരെയും MS ഷുഹൈബ് ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. അഭിന, ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഇനിയിപ്പോൾ റിമാൻഡിൽ തന്നെ തുടരേണ്ടി വരും. കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള സാധ്യതയൊക്കെ പോലീസ് നീങ്ങുന്നുണ്ടോ അത്തരത്തിൽ? തീർച്ചയായും ക്രൈംബ്രാഞ്ച് ഇക്കാര്യം തന്നെയാണ് ഇന്ന് കോടതിയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതായത് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതിയുടെ മറ്റൊരു കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാഥമിക അന്വേഷണത്തിൽ ഷുഹൈബ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് താൻ തന്നെയാണ് ചെയ്തത് എന്നുള്ളത് നേരത്തെ തന്നെ മൊഴി നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കോടതിയുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേസിൽ കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മൊഴി നൽകിയ ആളുകളും അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകരെ അടക്കം ഈ ഷുഹൈബ് നേരിട്ട് കണ്ട് സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഷുഹൈബിന്റെ ജാമ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെയും ഷുഹൈബുമായി തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ ഷുഹൈബിന്റെ MS സൊല്യൂഷൻ സ്ഥാപനത്തിൽ നിന്നും മറ്റൊരു വാഗ്ദാനം കൂടെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം കൂടെ ക്രൈംബ്രാഞ്ച് കണക്കിലെടുത്തുകൊണ്ടാണ് ഷുഹൈബിനെ റിമാൻഡിൽ വിട്ടുകിടണം, അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടും എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി അപേക്ഷ ലഭിച്ചതിന് ശേഷം കൂടുതൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനും അതോടൊപ്പം തന്നെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളെ അടക്കം നേരത്തെ തന്നെ ഷുഹൈബ് മൊഴി നൽകിയതിനോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളെ അടക്കം ഷുഹൈബ് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഷുഹൈബിന്റെ അഭിഭാഷകരും ഇത് തന്നെ ആവർത്തിച്ചിരുന്നു. അതായത് മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാട് നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷുഹൈബും അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുമായി ഒരു ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഹൈബിന് ഈ ഒരു കേസിൽ കൂടുതൽ കസ്റ്റഡി അപേക്ഷ വാങ്ങിച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കേസിലെ 4ാം പ്രതി അബ്ദുൾ നാസറിനെ ഏപ്രിൽ 1 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിലെ നിർണായകമായ ഒരു തെളിവായിരുന്നു അബ്ദുൾ നാസർ അടക്കം ഈ ഒരു കേസിൽ മൊഴി നൽകിയിരിക്കുന്നതും ഷുഹൈബിനെതിരെയാണ്. എന്നാൽ ഷുഹൈബ് മൊഴി മാറ്റിയതാണ് ക്രൈംബ്രാഞ്ചിനെ ഏറെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നത്. പക്ഷേ അബ്ദുൾ നാസറിന്റെ അറസ്റ്റോടുകൂടി ഇത് തെളിഞ്ഞ ഒരു മട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഷുഹൈബിന് ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു കേസിൽ ലഭിച്ചിരിക്കുന്നത്. കാളിദാസ്, അഭിന, തീർച്ചയായും എന്തായാലും ഈ ഒരു കസ്റ്റഡി അപേക്ഷ, ഷുഹൈബിനായിട്ടുള്ള ആ ഒരു കസ്റ്റഡി അപേക്ഷ എപ്പോഴത്തേക്ക് നൽകുമെന്നുള്ള നീക്കം, അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് നൽകുമെന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് കരുതുന്നു. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും കാളിദാസ്, ഇതുവരെയായിട്ടും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ 2 ദിവസത്തിനകം തന്നെ ഈ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു കേസിൽ ഇനിയും കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷുഹൈബിന്റെ തെളിവെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു MS സൊല്യൂഷൻ സ്ഥാപനം വീണ്ടും ചോദ്യപേപ്പർ ചോർച്ചയുമായി, അല്ലെങ്കിൽ ചോദ്യപേപ്പറുകൾ വീണ്ടും വാഗ്ദാനത്തിനായി എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതും ഈ പറയുന്ന പോലെ MS സൊല്യൂഷൻ സ്ഥാപനത്തിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. അത് വളരെ വിചിത്രമാണെങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ മറ്റൊരു കണ്ണികൾ കൂടെ, അതായത് ഷുഹൈബ് എന്ന് പറയുന്നത് ചെറിയൊരു കണ്ണി മാത്രമാണ് ഇതിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു കണ്ടെത്തലിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലേക്കും ഈ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് വ്യാപിപ്പിക്കും. അതോടുകൂടി ഏകദേശം ഈ ഒരു കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മറ്റ് 2 അധ്യാപകർ, ഫഹദും അതുപോലെ തന്നെ
ജിഷ്ണു, ഈ 2 അധ്യാപകരെ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ രണ്ടുപേരും ജാമ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പോലും ഈ ചോദ്യം ചെയ്യലുമായി ഈ 2 അധ്യാപകരും ഇപ്പോഴും സഹകരിക്കുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ 2 അധ്യാപകരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി 2 അധ്യാപകരും പറഞ്ഞത് ഇത് തന്നെയാണ്. ഷുഹൈബ് പറഞ്ഞത് പ്രകാരമാണ് തങ്ങൾ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകിയത് എന്ന് തന്നെയാണ് അധ്യാപകർ നേരത്തെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഷുഹൈബ് പറഞ്ഞത് ഈ 2 അധ്യാപകരും ഫഹദ് നൽകിയ ചോദ്യങ്ങളാണ് താൻ നൽകിയിരിക്കുന്നത്, അല്ലാതെ തനിക്ക് മറ്റൊരു ബന്ധവും ഈ കേസുമായി ഇല്ല എന്ന് തന്നെയായിരുന്നു ഷുഹൈബ് ഈ ഒരു മൊഴിയിൽ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അബ്ദുൾ നാസറിന്റെ ഈ മേൽമുറി സ്കൂളിലെ അധ്യാപകന്റെ പ്യൂണിന്റെ അറസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഷുഹൈബിന്റെ എല്ലാ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോലും ഇത് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുകയാണ് ഷുഹൈബും അതുപോലെ തന്നെ MS സൊല്യൂഷൻ സ്ഥാപനം എന്നുള്ളത് ഹൈക്കോടതി അടക്കം കണ്ടെത്തിയ ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ അടക്കമുള്ള ആരോപണങ്ങൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. അഭിന പി ചെറുക്കലാണ് വിവരങ്ങൾ നൽകിയത്. അഭിന, ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി